Welcome to Garam Masala, the magic spices of cooking. ഗോതമ്പ് പറോട്ട. ഇന്ന് നമുക്ക് ഗോതമ്പ് പറോട്ട എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായും ഡിന്നറായും എല്ലാം സെർവ് ചെയ്യാം. ഇതിനു വേണ്ടി ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഹൈ ക്വാളിറ്റി ഗോതമ്പ് പൊടിയാണ് എടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ പറോട്ട നല്ല സോഫ്റ്റായി വരികയുള്ളൂ. ഇതിലോട്ട് നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇവ ചേർത്ത് കൊടുക്കണം. നമുക്കിതിനെ നന്നായി ഇളക്കി കൊടുക്കാം. ഇതിനെ നമുക്ക് കൈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് പാലൊഴിച്ചുകൊണ്ട് കുഴച്ചെടുക്കണം. ചെറു ചൂടോടുകൂടിയ പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമുക്കിതിനെ നന്നായി കുഴച്ചെടുക്കാം. ആവശ്യാനുസരണം പാൽ ഒഴിച്ചു കൊടുക്കണം. ഇതിനെ സോഫ്റ്റ് ഡോ ആക്കി മാറ്റണം. ഇനി ഇതിനെ നമുക്ക് 2 മിനിറ്റ് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിനെ അടച്ചു വെക്കണം. 2 മണിക്കൂറിന് ശേഷം നമുക്ക് പൊറോട്ട തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊറോട്ടയ്ക്ക് വേണ്ട ഡോ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് 5 മിനിറ്റ് കൂടെ കുഴച്ചെടുക്കണം. ഇനി ഇതിൽ നിന്ന് നമുക്ക് മീഡിയം സൈസുള്ള ബോൾ ഉണ്ടാക്കാം. ഒരൽപ്പം എണ്ണ ഉപയോഗിച്ച് നമുക്ക് ഈ ബോളിനെ പരത്തിയെടുക്കാം. പരത്തിയെടുക്കാൻ കഴിയുന്ന അത്ര പരത്തിയെടുക്കണം ഇതിനെ. ഇനി ഇതിലോട്ട് നമുക്ക് ഒരൽപ്പം കൂടെ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയ്ക്ക് പകരമായി ഗോതമ്പ് പൊടി തന്നെ ഒന്ന് തടവി കൊടുത്താലും മതി. ഇനി ഇതിനെ നമുക്ക് മടക്കിയെടുക്കാം. ഇതുപോലെയാണ് മടക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് അടുത്ത പൊറോട്ടയ്ക്കുള്ള മാവ് കൂടെ തയ്യാറാക്കിയെടുക്കാം. കുറച്ച് എണ്ണ ഉപയോഗിച്ച് നമുക്കിതിനെ ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്കിതിനെ മടക്കിയെടുക്കാം. ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ മാവിനെ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിനെ കവർ ചെയ്ത് വെക്കണം. തുറന്നു വെക്കരുത്. തുറന്നു വെച്ചാൽ ഇത് ഡ്രൈ ആയി പോകും. 10 മിനിറ്റിന് ശേഷം നമുക്കിതിനെ പരത്തിയെടുക്കാം. ഇനി നമുക്ക് ചൂടായ ഒരു പാനിലോട്ട് നമ്മുടെ പൊറോട്ട വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതിനെ വേവിച്ചെടുക്കണം. എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ചേർത്ത് കൊടുക്കാം. പൊറോട്ട നന്നായി വെന്തു വരണം. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ നിറമാകണം. നമ്മുടെ പൊറോട്ട തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് അടുത്ത പൊറോട്ട കൂടെ വേവിച്ചെടുക്കാം.
3-4 പൊറോട്ടകൾ ഒരുമിച്ച് വെച്ച് ഇതുപോലെ അടിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ പ്ലീറ്റ്സ് എല്ലാം വിട്ടുവരികയുള്ളൂ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഗോതമ്പ് പൊറോട്ട തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചിക്കൻ കറി, മട്ടൻ കറി, ബീഫ് കറി, വെജിറ്റബിൾ കറി ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.